എനിക്ക് ഇങ്ങനെയൊരു എപ്പോഴും ഒരു തോന്നലുണ്ടായിരുന്നു, എന്നെങ്കിലും ബൈ ചാൻസ് ഇങ്ങനെ ഒരു മൊബിലൈസേഷൻ ഓർഡർ വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? അപ്പോൾ നമ്മൾ ഇതുമാതിരി കൗണ്ടർ ഇൻസർജൻസി ഓപ്പറേഷൻസിൽ ഡിപ്ലോയ് ചെയ്താലായിട്ട് നമ്മുടെ കൺവെൻഷണൽ ട്രെയിനിങ് ഉണ്ടല്ലോ, ഇതൊന്നും ചെയ്യാൻ നമ്മുടെ അടുത്ത് സമയമില്ല. കൺവെൻഷണൽ ട്രെയിനിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഗൺസ് അതെങ്ങനെയാ ഗൺസ് ഫയർ ചെയ്യണം, അതെങ്ങനെ ലേ ചെയ്യണം, ഇതിനുള്ള ട്രെയിനിങ്ങും ചെയ്യാനായിട്ട് യാതൊരു ചാൻസും ഇല്ല. കാരണം ഈ റോഡ് ഓപ്പണിംഗ് പെട്രോളായിട്ടുള്ള ജവാന്മാർ അല്ലെങ്കിൽ സെർച്ച് ആൻഡ് ഡിസ്ട്രോയ് ഓപ്പറേഷനിൽ ഇൻവോൾവ് ആയിട്ടുള്ള കൗണ്ടർ ടെററിസ്റ്റ് ഓപ്പറേഷനിൽ അവർക്ക് എവിടെ ട്രെയിനിങ് കിട്ടാൻ സമയം. അപ്പോൾ ഞാൻ അവിടെ ചെന്ന് ഒരു 3 മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി, ചിലപ്പോൾ ഇങ്ങനൊരു ചാൻസ് കിട്ടിയാലോ. ഏതൊരു ആർമി ഓഫീസറും ഒരു സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ് ഒരു യുദ്ധത്തിലൊരു ചാൻസ് കിട്ടുകയെന്ന്. അപ്പോൾ എൻ്റെ മനസ്സിങ്ങനെ പറയുന്നു, എന്തെങ്കിലും ഒരു ചാൻസ് കിട്ടിയാൽ നമ്മൾ എന്ത് ചെയ്യണം. അപ്പോൾ നമ്മൾ ഉള്ള സമയം കൊണ്ട് ജവാന്മാരെയൊക്കെ അവിടെ നിന്ന് കുറച്ച് പേരെ വിളിച്ച് ഇവിടെ ട്രെയിനിങ്ങൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം. അങ്ങനെ ട്രെയിനിങ് ചെയ്തു, രാത്രിയായിരുന്നു ട്രെയിനിങ് മുഴുവനും. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഇന്നലെയും മക്കളും അവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഇന്നലെയും മക്കളും വന്നത് ഇവരുടെ സമ്മർ ഇതിൽ. അപ്പോൾ മെയ് മാസത്തിലാണ് ഇവർ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോഴും ട്രെയിനിങ് നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ രാത്രി 8 മണി മുതൽ 12:30 മണി വരെയാണ് ട്രെയിനിങ്. ഈ 12:30 മണി വരെയുള്ള ഈ ട്രെയിനിങ് നടക്കുന്ന സമയത്ത് മക്കൾ ഉറങ്ങും, കുട്ടികളല്ലേ. ഇയാൾ പോയിട്ട് റെജിമെൻറ്റിൽ കമാൻഡ് പോസ്റ്റിലിരിക്കും. ഇയാൾ അവിടെ ഇരുത്തിയിട്ട് ഞാൻ എല്ലാ ഗണ്ണിൻ്റെയും മീതെയും ഈ കമാൻഡ് പോസ്റ്റിലൊക്കെ ഇങ്ങനെ നടന്നിട്ട് ഇങ്ങനെ അവരെങ്ങനെ ഗൈഡ് ചെയ്യുക, ഇങ്ങനെയുള്ള ഒരു ട്രെയിനിങ് ഇതായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ തികച്ചും അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു സമയത്ത് ഏറ്റവും ലിമിറ്റഡ് ആയുള്ള ഒരു ഇതാണ് ഞങ്ങൾ മൊബിലൈസ് ചെയ്തത്.